എന്റെ ജീവിതത്തിൽ ഞാൻ ഇതേപോലത്തെ കഥ കേട്ടിട്ടില്ല. മിക്കവാറും നിങ്ങളും കേൾക്കാൻ വഴിയില്ല. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഒരു ഒന്നാം തരം ട്രാജഡിയാണ്. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഈ ഫ്ലൈറ്റിലുള്ള 125 പേര് മരിക്കാൻ കാരണം വെറും 3 ആൾക്കാരുടെ മണ്ടത്തരം കൊണ്ടാണ്. ഇത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഇതെല്ലാം സംഭവിക്കുന്നത് 1996 എത്യോപ്യൻ ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ്. ഈ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ 41 വയസ്സുള്ള ലെയൂൽ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം വളരെയധികം ജനറസ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. ഇദ്ദേഹത്തിന്റെ ജോലി ഇദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാസം നവംബർ 23-ാം തീയതി സാധാരണ ഒരു ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ് ആയിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഈ ഫ്ലൈറ്റിൽ 12 ക്രൂ മെമ്പേഴ്സ് അടക്കം 175 ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫ്ലൈറ്റ് സാധാരണ പോലെ പറന്നുയരുകയും ക്രൂസിംഗ് ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന ക്യാബിനിൽ നിന്ന് എന്തോ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്, അലർച്ചയും കാറിലൊക്കെ കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ അവർ ആദ്യം വിചാരിച്ചത് എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ആയിരിക്കുന്നതാണ്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടുപോയത് എപ്പോഴാന്ന് വെച്ചാൽ ഈ ക്യാബിനിലേക്ക് 3 ആൾക്കാർ കയറി വന്നപ്പോഴാണ്. അപ്പോഴാണ് ക്യാപ്റ്റന് ഒരു കാര്യം മനസ്സിലായത്, ഇതൊരു ഹൈജാക്ക് ആണെന്നുള്ളത്. അപ്പോൾ ഈ 3 ആൾക്കാർ ഈ ക്യാബിനിലേക്ക് കയറി വരികയും ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് പാസഞ്ചർ, അതായത് കോ പൈലറ്റിനെ ഇടിച്ച് താഴേക്ക് ഇടുകയാണ് ചെയ്തത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ക്യാപ്റ്റൻ ഇപ്പൊ എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ കോ പൈലറ്റിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് പാസഞ്ചേഴ്സ് ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഇടുകയും ചെയ്തു. ഇപ്പോ ഈ ക്യാബിന്റെ അകത്തുള്ളത് ഈ 3 ഹൈജാക്കേഴ്സും ക്യാപ്റ്റനും മാത്രമാണ്. എന്നിട്ട് ഈ 3 പേരിൽ ഒരാൾ ഈ കോ പൈലറ്റിന്റെ സീറ്റിൽ കയറിയിരുന്നു. എന്നിട്ട് ക്യാപ്റ്റന്റെ അടുത്ത് പറയുകയാണ് നേരെ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അതായത് ഇവരിപ്പോ നിൽക്കുന്നത് എത്യോപ്യയിലാണ്. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഏകദേശം 6 മണിക്കൂറോളം ഫ്ലൈറ്റ് ട്രാവൽ ഉണ്ട്. ഇത് കേട്ട ഉടനെ ക്യാപ്റ്റൻ വളരെയധികം സർപ്രൈസ്ഡ് ആയി. കാരണം ഇവർ ഷെഡ്യൂൾ ചെയ്ത ഫ്ലൈറ്റ് എന്ന് പറയുന്നത് വെറും 2 മണിക്കൂറത്തെ ഫ്ലൈറ്റ് മാത്രമായിരുന്നു. പക്ഷേ ഇവര് പറയുന്ന അനുസരിച്ച് എത്യോപ്യയിൽ നിന്ന് ഓസ്ട്രേലിയ വരെ ഏകദേശം 6 മണിക്കൂറിന് ഫ്ലൈറ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം ഓസ്ട്രേലിയ വരെ പോകാനുള്ള ഇന്ധനം ഫ്ലൈറ്റിനകത്ത് ഇല്ലെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു ക്യാപ്റ്റൻ ഹൈജാക്കേഴ്സിന്റെ അടുത്ത് പറയുകയാണ്. ക്യാപ്റ്റൻ ഈ ഒരു ഇൻഫർമേഷൻ ഈ ഹൈജാക്കേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഇവരത് വിശ്വസിക്കാൻ കൂട്ടാകുന്നില്ല. കാരണം ഇത് ഇവർ കള്ളം പറയുന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെ കുറെ നേരത്തെ വാക്ക് തർക്കത്തിന് ശേഷവും ഇവര് വിശ്വസിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് ഓർത്തുകൊണ്ട് ക്യാപ്റ്റൻ ഇങ്ങനെ പറയുകയാണ്, എനിക്ക് ATC അതായത് എയർ ട്രാഫിക് കൺട്രോളറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ഫ്ലൈറ്റിന്റെ ഡയറക്ഷനൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ഗ്രൗണ്ട് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, എന്നാലാണ് കറക്റ്റ് ആയിട്ട് പോവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ATCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെങ്ങനെയോ സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ ATCയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ATCയുമായിട്ടുള്ള കണക്ഷൻ കിട്ടി ഉടനെ തന്നെ ക്യാപ്റ്റൻ പറയുന്നുണ്ട്, ഞങ്ങളെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്, ഈ ഫ്ലൈറ്റ് ഓസ്ട്രേലിയയിലേക്ക് എത്തിക്കണം എന്നാണ് അവർ പറയുന്നത് എന്നുള്ളൊരു കാര്യം ATCന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ തന്നെ ATCക്ക് ഒരു കാര്യം മനസ്സിലായി, അതിനുള്ള ഫ്യൂല് ഈ ഫ്ലൈറ്റിനകത്ത് ഇല്ല എന്നുള്ളത്. അതിനുശേഷം ATC ക്യാപ്റ്റന്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ സ്പീക്കറിലിട്, ഞങ്ങൾ ഡയറക്ട്ലി അവരോട് സംസാരിച്ച് നോക്കാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ATCയും ഈ ഹൈജാക്കേഴ്സുമായി തർക്കം. ആവശ്യത്തിന് ഇന്ധനമില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാവാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്യാപ്റ്റന് വേറൊരു ഐഡിയ കിട്ടുന്നത്. അതായത് ഫ്ലൈറ്റ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയുടെ കോസ്റ്റൽ ലൈനിൽ കൂടിയാണ്. അപ്പോൾ ഈ കോസ്റ്റൽ ലൈനിൽ കൂടെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻ കേസ് അതിനകത്തുള്ള ഫ്യൂല് തീർന്നു എന്ന് വിചാരിക്കാം. അപ്പൊ തൊട്ടടുത്തുള്ള എയർപോർട്ടിൽ കൊണ്ട് ലാൻഡ് ചെയ്യിക്കുക, സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാലോ എന്നുള്ളൊരു ഒരു ഐഡിയ ആയിരുന്നു ക്യാപ്റ്റന് വന്നത്. അപ്പോൾ അത് തന്നെയായിരുന്നു ക്യാപ്റ്റൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഓസ്ട്രേലിയയിലേക്കാണോ പോകുന്നത് വേറെ വഴിക്കാണോ പോകുന്നതെന്നും ആകാശത്ത് നിന്ന് ഇവർക്ക് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ, ഹൈജാക്കേഴ്സിന് നോക്കിയാൽ മനസ്സിലാവില്ലല്ലോ. അങ്ങനെ കുറച്ചു നേരം ക്യാപ്റ്റൻ കോസ്റ്റൽ ലൈൻ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫ്ലൈറ്റ് എത്യോപ്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഫ്ലൈറ്റ് നടുക്കടലിന്റെ മുകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കര കാണാൻ കഴിയില്ല. പക്ഷേ ഇവർക്ക് കുറെ നേരമായിട്ട് കര കാണാൻ കഴിയുന്നുണ്ട്. ഇവരിത് കണ്ടുപിടിച്ച ഉടനെ തന്നെ ക്യാപ്റ്റന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല, നേരെ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു. ഇതെല്ലാം നടക്കുമ്പോഴും ക്യാപ്റ്റന്റെ മനസ്സിൽ തീയാണ്. കാരണം ഈ ഫ്ലൈറ്റ് നടുക്കടലിൽ കൂടെയാണ് ശരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങാനും ഈ ഫ്ലൈറ്റിന്റെ എഞ്ചിൻ തീർന്നു പോയി കഴിഞ്ഞാൽ അത് നേരെ വന്ന് വീഴുന്നത് നടുക്കടലിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു റെസ്ക്യൂ ടീമിന് ഇവരെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരിക്കും. അതായത് മരണം ഉറപ്പായി എന്നുള്ളൊരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ കുറച്ച് സമയം മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് ക്യാപ്റ്റന് വേറൊരു ഐഡിയ കിട്ടിയത്. ക്യാപ്റ്റന്റെ അടുത്ത് ഒരു അറ്റ്ലസ് ഉണ്ട്, ഒരു ബുക്ക് ഉണ്ട്. അപ്പോൾ ഈ അറ്റ്ലസ് നോക്കിയിട്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഐലൻഡ്സോ എന്തെങ്കിലും ലാൻഡിങ് സ്ട്രിപ്പോ ഒക്കെ ഉണ്ടോ എന്ന് നോക്കാനാണ് ശരിക്കും ഇദ്ദേഹം നോക്കിയത്. അപ്പോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു ഐലൻഡ് കാണുന്നത്. മഡഗാസ്കർ എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് മുന്നേ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്. കൊമോറോ ഐലൻഡ്സ് എന്നാണ് ഇതിന്റെ പേര്. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പൊ ക്യാപ്റ്റൻ ഒരു ഐഡിയ പ്ലാൻ ചെയ്തു. അതായത് ഈ ഒരു ഐലൻഡിന് ചുറ്റും റൗണ്ട് അടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇവര് വിചാരിക്കും ഓസ്ട്രേലിയയിലേക്ക് പോവുക എന്നുള്ളതും. അതുമാത്രമല്ല, ഇതിപ്പോ ഫ്യൂല് തീർന്നു പോവുകയാണെങ്കിൽ ഈ ഐലൻഡിലും കൊണ്ട് ലാൻഡ് ചെയ്യിക്കാമല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും സേഫ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയ ആണ് ക്യാപ്റ്റൻ ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നത്.
അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോ ഫ്യൂവൽ അലാം ഇങ്ങനെ ഓൺ ആവുന്നത്. ഫ്ലൈറ്റിന്റെ ഇന്ധനം കുറഞ്ഞു വരികയാണ്. ഇതും കൂടി ആയപ്പോൾ ക്യാപ്റ്റന്റെ ടെൻഷൻ വളരെയധികം കൂടി. കാരണം ചുറ്റും നോക്കി കഴിഞ്ഞാൽ കടൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ, ഈ പറയുന്ന ഐലൻഡ്സ് വിഷ്വലി കാണാൻ കഴിയുന്നില്ല. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഹൈജാക്കേഴ്സിന് യാതൊരു കുലുക്കുമില്ല, അവർ ജസ്റ്റ് കൂളായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഇവരിങ്ങനെ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം ഈ ഒരു ഐലൻഡ്സിനെ അവർ കാണുകയാണ്. ഈ ഐലൻഡ്സിനെ കണ്ട ഉടനെ തന്നെ ക്യാപ്റ്റന് വളരെയധികം സമാധാനമായി. ഈ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ ഹൈജാക്കേഴ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഫ്ലൈറ്റിൽ ഇന്ധനമില്ലാത്ത ഒരു സിറ്റുവേഷൻ പുറയിലിരിക്കുന്ന പാസഞ്ചേഴ്സിന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ അതൊരു പ്രൊസീജിയറാണ്. ഇങ്ങനെ വിളിച്ച് പറയുന്നതിലൂടെ അഥവാ ഒരു ഇമ്പാക്ട് സംഭവിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് പാസഞ്ചേഴ്സ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കോളാണ് ശരിക്കും അത്. അങ്ങനെ പാസഞ്ചേഴ്സിന് ഇൻഫോം ചെയ്യാൻ മൈക്ക് എടുത്ത് കയ്യിൽ വെച്ചപ്പോഴുണ്ട് അവർ മൈക്ക് തട്ടി മാറ്റി കളഞ്ഞു. ഇനി ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്റ്റന്റെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന ഒരു ഭീഷണിയാണ് ഇവർ പറഞ്ഞത്. അപ്പൊ ക്യാപ്റ്റന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല, എല്ലാം കടിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക മാത്രമല്ലാണ്ട് വളരെ ഹെൽപ്ലെസ് ആയിട്ട് ക്യാപ്റ്റൻ ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴുണ്ട് വേറൊരു അലാറം അടിക്കുന്നു. അതായത് ഫ്ലൈറ്റിന്റെ റൈറ്റ് എഞ്ചിൻ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആയി, അവിടുത്തെ ഫ്യൂല് തീർന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ക്യാപ്റ്റന്റെ കിളി പോയി. കാരണം ഫ്ലൈറ്റിന്റെ ഓവറോൾ പവർ കുറയുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് താഴേക്ക് പോകുന്ന ഒരു ടെൻഡൻസി കൂടി വരുന്നുണ്ട്. ഇവിടെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് ക്യാപ്റ്റന് ഈ ഐലൻഡ്സ് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഒരു എഞ്ചിൻ ഉപയോഗിച്ച് ക്യാപ്റ്റൻ ഈ ഫ്ലൈറ്റ് ഈ ഐലൻഡിന് ചുറ്റും ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ എഞ്ചിൻ ഓഫ് ആയി പോയപ്പോൾ തന്നെ ഫ്ലൈറ്റ് മൊത്തത്തിലേക്ക് സൈഡിലേക്ക് ചരിയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായത്. ഇത് കണ്ടപ്പോൾ തന്നെ ഈ 3 ഹൈജാക്കേഴ്സും കോക്പിറ്റിൽ നിന്ന് പാസഞ്ചറിന്റെ ആ ഒരു ക്യാബിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തക്കം നോക്കിയിട്ട് ക്യാപ്റ്റൻ മൈക്കിലൂടെ പാസഞ്ചേഴ്സിനെ വിളിച്ച് പറയുകയാണ്, ബ്രേസ് ഫോർ ഇമ്പാക്ട് എന്ന് പറയുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരാം. ഈ ഹൈജാക്കേഴ്സ് ക്യാപ്റ്റൻ അടുത്തതിന് മുമ്പ് ഒരു വാർണിംഗ് കൊടുത്തായിരുന്നു, അതായത് പാസഞ്ചേഴ്സിന്റെ അടുത്തൊന്നും പറയില്ല എന്നുള്ളത്. അതിനിടയ്ക്കാണ് ക്യാപ്റ്റൻ പാസഞ്ചേഴ്സിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ ഈ 3 ഹൈജാക്കേഴ്സും നേരെ കോക്പിറ്റിലേക്ക് വരികയാണ്. എന്നിട്ട് ക്യാപ്റ്റനെ കോൺഫ്രണ്ട് ചെയ്യുകയാണ്. അതായത് വല്ലാത്ത അടിയും പിടിയൊക്കെയായി അവിടെ. അതിനിടയ്ക്കാണ് ഈ ഫ്ലൈറ്റിന്റെ അടുത്ത എഞ്ചിനും കൂടി കട്ട് ഓഫ് ആയി പോകുന്നത്. അതായത് ഇപ്പൊ ഫ്ലൈറ്റ് കംപ്ലീറ്റ്ലി അണ്ടർ പവേർഡ് ആണ്. അതിന്റെ അർത്ഥം ഈ ഫ്ലൈറ്റ് വെറുതെ ആകാശത്തൂടെ ഗ്ലൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ക്യാപ്റ്റനും ഈ 3 ഹൈജാക്കേഴ്സും തമ്മിലുള്ള അടിപിടി കാരണം ഈ ഫ്ലൈറ്റ് എങ്ങോട്ടോ പോയി. അതായത് ഈ ഒരു ഐലൻഡുമായിട്ടുള്ള ഒരു വിഷ്വൽ കോണ്ടാക്ട് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന് വളരെയധികം കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ അവസാനമായിട്ട് ക്യാപ്റ്റൻ ഇവരടുത്ത് റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ നേരത്തെ തല്ലിക്കൂട്ടിയിട്ട കോ പൈലറ്റിനെ നേരെ തിരിച്ച് ഈ ഒരു കസേരയിൽ കൊണ്ടിരുത്താൻ പറഞ്ഞു. എന്നാൽ മാത്രമാണ് മരിക്കാണ്ട് നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇവർ അതനുസരിച്ചു. അങ്ങനെ നമ്മുടെ കോ പൈലറ്റ് വീണ്ടും ഈ കസേരയിൽ വന്നിരിക്കുകയാണ്. ഇനി അടുത്തത് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് ഇവർ രണ്ടുപേരും ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ നോക്കിയാണ്. ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലൈറ്റ് വെള്ളത്തിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. വേറൊരു മാർഗം കൂടി ഇദ്ദേഹം കാണുന്നില്ല. കാരണം വിഷ്വലി ഈ ഒരു ഐലൻഡ് കാണാൻ കഴിയുന്നില്ല, ലാൻഡ് കാണാൻ കഴിയുന്നില്ല. ഇവർ രണ്ടുപേരും വളരെയധികം ടെൻഷനിലൂടെ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുണ്ട് ഈ 3 ഹൈജാക്കേഴ്സ് അവിടെ മാറി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇവരെന്താ ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ്. ഇവർക്ക് യാതൊരു പേടിയോ വീണ്ടും വിചാരോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യം ക്യാപ്റ്റന് മനസ്സിലായി, കോ പൈലറ്റിന് മനസ്സിലായി. ഇവിടുത്തെ വേറെ കുഴപ്പം എന്താ വെച്ചാൽ ഈ ഫ്ലൈറ്റ് വളരെയധികം സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൽ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല. കാരണം ഇവിടുത്തെ ഇലക്ട്രോണിക്സ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാപ്റ്റന് വേറൊരു വഴി ഉണ്ടായിരുന്നില്ല ഈ ഒരു ഫ്ലൈറ്റ് വെള്ളത്തിലേക്ക് ലാൻഡ് ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലൈറ്റ് വെള്ളത്തിൽ ലാൻഡ് ചെയ്ത ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ തുടക്കം കാണിച്ചത്. കൊമോറോ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതുകൊണ്ടും കറക്റ്റ് സമയത്ത് അവിടെ ഒരാളുടെ കയ്യിൽ ഒരു വീഡിയോ ക്യാമറ ഉള്ളത് കൊണ്ടും ഈ ഒരു ഇവന്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഈ ഫ്ലൈറ്റ് ഓവർ സ്പീഡിൽ വെള്ളത്തിൽ ക്രാഷ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ ഇത് 2 പീസായിട്ട് പോയായിരുന്നു. ഈ ഒരു ഇൻസിഡന്റിൽ എങ്ങനെയോ കോ പൈലറ്റും ക്യാബിനും സർവൈവ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന 175 പേരിൽ 50 പേര് മാത്രമാണ് സർവൈവ് ചെയ്തത്. അതും ഇത്രയും പേര് സർവൈവ് ചെയ്യാൻ കാരണം ഇവർ രണ്ടുപേരുടെ സ്കില്ല് കൊണ്ട് മാത്രമാണ്. വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു പോയിന്റ് എന്താ വെച്ചാൽ ഈ 3 ഹൈജാക്കേഴ്സും അവരെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്സിഡന്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവിക്കാൻ കാരണം 3 ആൾക്കാരുടെ ഒരു തിങ്കിങ് മാത്രമാണ്, അവരുടെ മനസ്സുകൊണ്ട് മാത്രമാണ്. ഞാൻ കേട്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ സില്ലി ആയിട്ടുള്ള ഏവിയേഷൻ ആക്സിഡന്റ് ആണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് മാക്സിമം ഒന്ന് കമന്റ് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു കേസായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.